അതേ ഈ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ജപ്പാനീസ് ഫുഡാണ്. അപ്പൊ ഇതിൽ ബീഫ് മാത്രമല്ല, മുട്ടയുണ്ട്, ഒരു കുടല് പോലത്തെ എന്തോ സംഭവം ഉണ്ട്. സ്പൈസി ഈ സാധനമാണ് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടാ. ഈ ബിയർ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ, അസാക്കി ബിയർ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാന്ന് പറയാം. നല്ല ടേസ്റ്റ്. അപ്പൊ ജപ്പാനിൽ വന്നാൽ മറക്കണ്ട, ആൾക്കാർക്ക് ഷെയർ ചെയ്തോ അസാക്കി ബിയർ. ഞാൻ ഇവിടുത്തെ ഒരു വിസ്കി, ഫേമസ് വിസ്കിയും കൊടുത്തിട്ടുണ്ട. അടിപൊളി വിസ്കി ഉണ്ട്, ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് ഓന്തറൊക്കെ അടിക്കണം. അപ്പൊ ജപ്പാനിൽ പോകുമ്പോ ഇതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ കഴിച്ച് ഇവിടുത്തെ എല്ലാ മിക്ക റെസ്റ്റോറൻറ്റിലും ബിയറും ആൾക്കോളും എല്ലാം കിട്ടും, ഫുഡൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ അക്വേറിയം കാലത്ത് കാണാൻ പോയ വിശേഷം എന്ന് വെച്ചാൽ ഒരു സാധനം പോലും കാലത്തോടെ ഞാൻ കഴിച്ചതല്ല. കാലത്ത് 5:45 കഴിഞ്ഞിട്ട് ഫുള്ള് പണി, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എല്ലാം അടിച്ച് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണം. കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് പിന്നെ ഇതും കണ്ടെങ്കിൽ 4 മണിക്ക് ഡ്യൂട്ടിക്ക് പിന്നെയും കയറണം. പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിയാവും. അപ്പം ഞാനൊരു 10-14 മണിക്കൂർ കണ്ടിന്യൂസ് നിന്നിട്ടാണ് ഞാനിത് കാണുന്നത്, നിങ്ങളെ കാണിച്ച് തന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഇന്ന് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, ഇതെൻ്റെ ഒരു പാഷനാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞത്. എനിക്കും ഇതൊക്കെ ആൾക്കാരെ കാണിക്കണം. കുറേ വർഷങ്ങൾ, കുറേ പ്രായമാകുമ്പോൾ ഇതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ കിടക്കില്ല, ആരും കട്ടുന്നൊന്നും പോവില്ല. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, മെമ്മറീസ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയാലും ഫോണിൽ നിന്ന് പോയാലും മനസ്സിലുണ്ടാവില്ല. ആ ഒരു സംഭവം മതി. ജപ്പാനിൽ ചെന്നാൽ ജപ്പാനിലെ ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ.